പക്ഷേ മധ്യ കേരളത്തിൽ UDF-ന് ചെറിയൊരു മേൽക്കൈ കിട്ടും, പക്ഷേ അവിടെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരിക്കും. തെക്കൻ കേരളത്തിൽ LDF-ന് ചെറിയൊരു മേധാവിത്വം, പക്ഷേ അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നുള്ളതായിരുന്നു ഈ വോട്ട് വൈബിന്റെ തെരഞ്ഞെടുപ്പ് പോളിംഗിന് മുൻപുള്ള കണക്കാണത്. പോളിംഗിന് മുൻപുള്ള സർവേ ഫലം മനസ്സിലാണ്, അത് സർവേ എന്ന് തന്നെ പറയാം. ഇനി എക്സിറ്റ് പോൾ കണക്കുകളിലേക്കാണ് വരുന്നത്. പക്ഷേ ഈ സർവേകൾ വിലയിരുത്തുമ്പോൾ ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ്, ഇഞ്ചോടിഞ്ച് പോരാട്ടം കേരളത്തിൽ നടന്നിരുന്നു എന്നത് തന്നെയാണ്. പിന്നെയും ഒരാഴ്ച കൂടി ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്. ആ സമയം അപ്പോഴും 3.5% ആളുകൾ അഭിപ്രായം പറയാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. നോട്ട് യെറ്റ് ഡിസൈഡഡ് എന്നുള്ള വിഭാഗത്തിലായിരുന്നു. അപ്പോൾ അത് അതിനിർണായകമാണ്. 1% തന്നെ അങ്ങനെ ഈ സമയത്തൊക്കെ, ഈ 3 സർവേകൾ നടക്കുന്ന സമയത്തൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നിരുന്ന സമയമാണ്. ഒരുപാട് വിഷയങ്ങൾ കടന്നുപോയ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലമാണ്. ആ സമയത്തൊക്കെ ജനങ്ങളെ സ്വാധീനിക്കുന്ന, വോട്ടർമാരെ സ്വാധീനിക്കുന്ന നിരവധി വിഷയങ്ങൾ, ഇതിപ്പോൾ LDF-നായാലും UDF-നായാലും ഏറ്റവും ഒടുവിൽ BJP അകപ്പെട്ട വോട്ട് കോഴ വിവാദമൊക്കെ ആയാലും അങ്ങനെ നിരവധി വിഷയങ്ങൾ കടന്നു വന്ന സമയത്താണ് ഈ സർവേകൾ നടക്കുന്നത് എന്ന് നമ്മൾ 3 സർവേകൾ ഒന്നുകൂടി ഓടിച്ചു നോക്കിയാൽ അതിൽ എത്രമാത്രം ശക്തമായ പോരാട്ടമാണ് കേരളത്തിൽ നടന്നിരുന്നത് എന്നുള്ള കാര്യം, എത്ര വലിയ പോരാട്ടം, നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് എന്നുള്ള കാര്യം അറിയാം. ഒന്നാമത്തെ സർവേയിൽ ചെറിയൊരു എഡ്ജ് LDF-ന്, ഒരു സീറ്റിന്റെ ഒരു എഡ്ജ് അവിടെ കണ്ടപ്പോൾ രണ്ടാമത്തെ ഘട്ടമായപ്പോഴേക്കും UDF തിരിച്ചു പിടിക്കുന്നു എന്നുള്ള കാര്യമാണ് രണ്ടാം ഘട്ട വോട്ട് വൈബ് സർവേയിൽ പ്രതിഫലിച്ചത്. 67-73 LDF-ന് 64-70. മൂന്നാം ഘട്ടമായപ്പോൾ ഇതേ മേധാവിത്വം, ഏതാണ്ട് ഇതേ മേധാവിത്വം എന്ന് തന്നെ പറയാം. അതും പക്ഷേ ശക്തമായ പോരാട്ടം എന്ന രീതിയിൽ 64-74, 63-73 അത് നെക്ക് ടു നെക്ക് എന്ന് പറയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ. ആര് ജയിച്ചാലും ഒരു 2 സീറ്റിന്റെ അല്ലെങ്കിൽ 3 സീറ്റിന്റെ അഡ്വാൻറ്റേജ് മാത്രം ഉണ്ടാകുമെന്ന തരത്തിലുള്ള സർവേ ഫലങ്ങൾ. അവിടെയും നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടതുപോലെ ഒരു അപ്രമാദിത്വം ആരുടെ ഭാഗത്തും ഉണ്ടാകില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ സർവേകളിൽ പ്രതിഫലിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വികസനം പ്രധാന ഒരു ചർച്ചാ വിഷയമാകും, ജനങ്ങൾ വികസനം നോക്കി വോട്ട് ചെയ്യും എന്നുള്ള കാര്യം പ്രതിഫലിച്ചിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ 3 ഘട്ട സർവേകളിലും ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു വിഷയമായിരുന്നില്ല എന്നാണ്. ഏകദേശം 4%-5% ഇടയ്ക്ക് ആളുകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് മുൻപ്, വോട്ടെടുപ്പിന് മുൻപുള്ള സർവേകളിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു വിഷയമായിരുന്നില്ല എടുത്തു കാണിച്ചത്. പക്ഷേ അഴിമതി ഒരു വിഷയമായിരുന്നു, വികസനം ഒരു വിഷയമായിരുന്നു, അതുപോലെ വലിയൊരു വിഷയമായിരുന്നു, വലിയൊരു വിഷയമായിരുന്നു. ഈ കാര്യങ്ങളായിരുന്നു വോട്ടെടുപ്പിന് മുൻപ് ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. അത് വോട്ടെടുപ്പ് സമയത്ത്, തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം എന്തായിരുന്നു ജനങ്ങൾ ചിന്തിച്ചത്?